roads diverged in a yellow wood, and sorry I could not travel both, and be one traveler. Long I stood, and looked down at one as far as I could, to where it bent in the undergrowth. Then took the other as just as fair, and having perhaps the better claim, because it was grassy and wanted wear. Though as for that the passing there had worn them really about the same, and both that morning equally lay in leaves, no step had trodden black. Oh, I kept the first for another day, yet knowing how way leads on to way, I doubted if I should ever come back. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverged in a wood, and I took the one less traveled by, and that had made all the difference. ഞങ്ങൾ 4 പേര്. ഞാൻ മഹേഷ് വിജയൻ, രാജ കെയ, സുഭാഷ് ബാബു, പിന്നെ സുന്ദരൻ എന്നിങ്ങനെ 4 പേര് ഓൾ ഇന്ത്യ എക്സ്പെഡീഷന് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാം BPCL KR അഡ്വഞ്ചർ സ്പോർട്സ് ക്ലബ്ബിൽ മെമ്പർ ആയതുകൊണ്ട് ഒഫീഷ്യലി ഫ്ലാഗ് ഓഫ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം അതിരാവിലെ ഞങ്ങൾ പോകുന്നുള്ളതുകൊണ്ട് ഫ്ലാഗ് ഓഫ് ചടങ്ങ് തലേന്ന് വൈകുന്നേരം ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും സുഹൃത്തുക്കളുടെയും എല്ലാം പ്രസൻസിൽ നടത്തി. ദിവസം അതിരാവിലെ തന്നെ യാത്ര തുടങ്ങി. പോകുന്ന വഴി കുന്നംകുളം ഭാഗത്ത് ഹൈവേയിൽ പണി നടക്കുമെന്ന് അറിയുന്നുണ്ട്. യാത്ര കേച്ചേരി വഴിയാക്കിയിരുന്നു. കൊയിലാണ്ടി എത്താറായപ്പോൾ ഇടതുവശത്ത് വലിയൊരു ചിറ കാണാം. പേര് കൊല്ലംചിറ എന്നാണ്. ലിസ്റ്റ് ഇല്ലെങ്കിലും കൗതുകത്തിന് വേണ്ടി വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോയും സെൽഫി എല്ലാം എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുതരാൻ ഹെൽപ്പ് ചെയ്യാൻ വന്ന ചേട്ടൻ പറഞ്ഞു, അവിടെ തിരിഞ്ഞ കോർണറിൽ തന്നെ സ്പെഷ്യലായിട്ട് കരിക്ക് ഷേക്ക് കിട്ടും, ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ 4 പേരും ഷേക്ക് ട്രൈ ചെയ്തു. സൂപ്പറായിരുന്നു. എന്തായാലും നിങ്ങളും ആ വഴിക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. പിന്നെ ഷേക്ക് മാത്രമല്ല, ഇളനീർ വെള്ളം മാത്രമായിട്ടും അവിടെ കിട്ടും. തലശ്ശേരി ഉച്ചയായപ്പോഴേക്കും എത്തി. ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഉച്ചത്തെ ഊണ് കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്കാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. നമുക്ക് യാത്ര ചെയ്യേണ്ട മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ തിരിഞ്ഞ് പോകണം. ഒന്ന് അതുവഴിക്ക് പോയി നോക്കി. പക്ഷേ എനിക്ക് ആ സമയത്ത് വല വലിക്കുന്ന സമയമാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ബീച്ചിലേക്കുള്ള ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിപ്പോഴും തീരില്ല എന്ന് മനസ്സിലായപ്പോൾ കുറച്ചു നേരം അവരുടെ കൂടെ നിന്ന് വലയൊക്കെ വലിച്ചു കൊടുത്ത് യാത്ര തുടർന്നു. 1ാം ദിവസത്തെ ഡെസ്റ്റിനേഷൻ ഉടുപ്പിയായിരുന്നു. 8 മണിയായപ്പോഴേക്കും ഉടുപ്പിയിലെത്തി. സിറ്റി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഉടുപ്പിയിലാണ് അന്ന് തങ്ങിയത്. 8 ദിവസം രാവിലെ 6:30 ചെക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 2ാം ദിവസത്തെ ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചത് താനെയാണ്. ഈ റൂട്ടെല്ലാം കേരളത്തിനോട് സാമ്യമുള്ള ഭൂപ്രകൃതിയാണ്. എന്താ വെച്ചാൽ ഇടതുവശത്ത് അറബിക്കടലും വലതുവശത്ത് പശ്ചിമഘട്ടവും. വഴിയരികിലെ ബോർഡെല്ലാം കന്നഡയിലേക്ക് മാറിയെന്നാൽ വേറെ വ്യത്യാസങ്ങളൊന്നും യാത്ര ചെയ്യുമ്പോൾ തോന്നിയില്ല. 10-15 പാലങ്ങൾ ഉടുപ്പി വിട്ടിയ ഉടനെ കർണാടകയിൽ മാത്രം ഈ റൂട്ടിലുണ്ട്. അത് പഞ്ചവാലി പുഴകൾ എന്നറിയപ്പെടുന്ന സൗവർണിക, വരാഹി, കേതക, ചക്ര, കുബിജ എന്നീ പുഴകളുടെ കുറുകയും സുവർണ, സീത, കൊല്ലൂരു, ശരാവതി, ബദാഗിനി പുഴകളുടെ കുറുകയും വരുന്ന പാലങ്ങളാണിതെല്ലാം. ആദ്യത്തെ 5-6 പാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടൽത്തീരത്തിന് പാരലായിട്ടാണ് സഞ്ചരിക്കുക. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ത്രാസി ബീച്ചിനടുത്ത് വണ്ടി നിർത്തി ഫോട്ടോയും സെൽഫിയും എല്ലാം എടുത്ത് യാത്ര ചെയ്യുന്നു. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ശരാവതി പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന സ്ഥലമാണ് പനാവർ. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് 70 കിലോമീറ്ററോളം പോയാൽ ജോഗ് ഫോൾസിലെത്താം. അന്ന് താനെ വരെ അല്ലാണ്ട് തന്നെ ഓടിയെത്താൻ പറ്റുമോയെന്ന് സംശയമുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. ബദാഗിനി, ശരാവത്ത് പുഴകൾ കടലിൽ ചേരുന്ന അഴിമുഖത്തിനടുത്ത് ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള പാലമുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കാർവാർ എത്തുന്നതിന് മുന്നേ അങ്കോളയിൽ വെച്ച് ഞങ്ങൾ വലത്തോട്ട് തിരിഞ്ഞു. എന്നാലും ഭൂപ്രകൃതിയിൽ മാറ്റമൊന്നും കണ്ടില്ല. എന്നാൽ നേരെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് നല്ലത്. നേരെ പോയാൽ കാർവാർ, ഗോവ, രത്നഗിരി എന്നിങ്ങനെ പശ്ചിമഘട്ടത്തിലെ വളരെ മനോഹരമായ ഭൂപ്രദേശങ്ങളിൽ യാത്ര ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ദൂരവ്യത്യാസം കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും സമയവ്യത്യാസം 5 മണിക്കൂറിനടുത്തെങ്കിലും ഉണ്ട്. തൊട്ട് തിരിഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം ബോംബെ പൂനെ എക്സ്പ്രസ് ഹൈവേ പിടിക്കാമെന്നുള്ളതായിരുന്നു. യാത്ര സമയം ലാഭിക്കുക എന്നാണ് എക്സ്പ്രസ് ഹൈവേ സെലക്ട് ചെയ്യുന്നതിന് കാരണമെങ്കിലും നല്ല യാത്രാനുഭവവും ലോക്കൽ സൈറ്റ് സീയിങ്ങും മറ്റനുഭവങ്ങളും എല്ലാം മിസ് ചെയ്യരുതെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് സമയവും ഉണ്ടെങ്കിൽ എക്സ്പ്രസ് ഹൈവേ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി എല്ലാവർ, കോലാപ്പൂർ, സിത്താര, പൂനെ ബൈപ്പാസ് ഔട്ടർ വഴി ബോംബെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി. ഞങ്ങൾ ട്രിപ്പിൽ ഏകദേശം മുഴുവനായും
അല്ലെങ്കിൽ കഴിയുന്നതും BPCLൻ്റെ പമ്പിൽ നിന്നാണ് മാക്സിമം ഫ്യൂൽ നിറച്ചത്. ഞങ്ങൾ 2 പേര് SP BPCL ടൈപ്പുള്ള ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു. ഈ ക്രെഡിറ്റ് കാർഡുകൾ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒക്ടെയിൻ, പിന്നെ ഉള്ളത് പ്ലാറ്റിനം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പെട്രോളിന് ഇപ്പോൾ ഏകദേശം 100 രൂപയ്ക്ക് മുകളിലായ സ്ഥിതിക്ക് ഒക്ടെയിന് 7.25 രൂപ, പ്ലാറ്റിനത്തിന് 4.25 രൂപ 1 ലിറ്ററിൽ നമുക്ക് പോയിൻറ്റ്സായി തിരിച്ചു കിട്ടും. പക്ഷേ ആനുവൽ ഫീ ആയി ഒക്ടെയിന് 1499 രൂപയും പ്ലാറ്റിനത്തിന് 499 രൂപയും കൊടുക്കണം. പക്ഷേ കാർഡ് എടുത്ത് ആദ്യത്തെ ഫീസ് അത് ഉടനെ തന്നെ റിഡീം ചെയ്യാൻ പറ്റും. പിന്നെയുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നമ്മൾ അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പേ ചെയ്യുന്നതൊക്കെ മാക്സിമം ഇതിൽ കൂടെ തന്നെ കൊടുത്താൽ ആനുവൽ ഫീയും പിന്നെ വരുന്ന വർഷങ്ങളിലെ ആനുവൽ ഫീയും അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുന്നവരെല്ലാം ഇതൊന്നും എടുത്തു നോക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ പറഞ്ഞു വന്നത് ബോംബെ എക്സ്പ്രസ് ഹൈവേയിൽ കയറി എന്നല്ലേ. ബോംബെ എക്സ്പ്രസ് ഹൈവേയുടെ ഔദ്യോഗിക നാമം യശ്വന്ത് ചൗഹാൻ എക്സ്പ്രസ് ഹൈവേ എന്നാണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ആണ്. ഇതിന് ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട്. അത് പൂനെയിലെ കിവാലയിൽ തുടങ്ങി ബോംബെയിലെ കമ്പോലയിൽ അവസാനിക്കും. ഈ എക്സ്പ്രസ് വേയിൽ 6 ടണലുകളുണ്ട്. അതെല്ലാം കൂടി ഏകദേശം 6 കിലോമീറ്ററിനടുത്ത് ദൂരവും വരും. അന്നത്തെ യാത്ര എന്തായാലും താനെ വരെ എത്താൻ പറ്റില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് BPCL മാർക്കറ്റ് വിങ്ങിന്റെ സഹായത്തോടെ ബോംബെയിലെ ചിങ്കാനയിൽ അന്നത്തെ രാത്രിക്കുള്ള റൂം ബുക്ക് ചെയ്തിരുന്നു. അതിനടുത്ത് തന്നെയാണ് എൻ്റെ പെങ്ങളും താമസിക്കുന്നത്. എന്തായാലും പെങ്ങളടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വരുന്നുണ്ടെന്ന്. രാത്രിത്തെ ഭക്ഷണം അവിടെയായിരുന്നു. രാത്രി അവിടെ തങ്ങാന്ന് കുറേ നിർബന്ധിച്ചു. പക്ഷേ സ്നേഹപൂർവ്വം ഞങ്ങൾ നിരസിച്ചു, ഹോട്ടലിലേക്ക് മടങ്ങി. അടുത്ത ദിവസം മുതലാണ് ഞങ്ങളുടെ ട്രിപ്പിൽ കാണണമെന്ന് തീരുമാനിച്ച സ്ഥലങ്ങൾ കണ്ടുപിടുന്നത്. അതുകൊണ്ട് കവർ ചെയ്യാനുള്ള ദൂരവും സ്ഥലങ്ങളുടെ എണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അതിരാവിലെ ബോംബെ വിടണമെന്ന് തീരുമാനിച്ചിരുന്നു. അതിരാവിലെ യാത്ര വിടണമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കളയാനില്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് തന്നെ കഴിച്ച് 9-9:15 ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഈ ട്രിപ്പിൽ ആദ്യത്തെ കാണേണ്ട സ്പോട്ടായി തീരുമാനിച്ചത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആയിരുന്നു. തലേന്ന് താനെ വരെ എത്താൻ പറ്റിയില്ല. ബോംബെ വാഷിയിൽ നിന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരെ ഏകദേശം 410 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടേക്ക് 2 വഴിയാണ് ഗൂഗിൾ സജസ്റ്റ് ചെയ്തത്. ഒന്ന് സൂരത്തിന് മുന്നേ പൽനാസിയിൽ നിന്ന് വലത്തോട്ട് തിരിയുക, അല്ലെങ്കിൽ സൂരത്തും ബറൂച്ചും കഴിഞ്ഞ് തിരിയുക. ഞങ്ങൾ ഗൂഗിൾ സജസ്റ്റ് ചെയ്ത ആദ്യത്തെ വഴി തിരഞ്ഞെടുത്തു. ഞങ്ങൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഏകദേശം 5:50 കഴിഞ്ഞിരുന്നു. ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിരുന്നു. രാവിലെ നേരത്തെ യാത്ര തുടങ്ങാത്തതിന് ഞങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ സ്റ്റാച്യു ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്താണ്. നമ്മളെ പ്രൈവറ്റ് വെഹിക്കിളൊന്നും അങ്ങോട്ട് കയറ്റി വിടില്ല. വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഇടവിട്ട് സർവീസ് നടത്തുന്ന ബസ്സിൽ ഫ്രീ ആയോ അല്ലെങ്കിൽ ഓട്ടോ ഹയർ ചെയ്തോ പോവാം. എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഓട്ടോ ഹയർ ചെയ്ത് സ്റ്റാച്യു വരെ പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിനകത്തേക്ക് ഞങ്ങൾക്ക് ആർക്ക് കയറാൻ പറ്റില്ല എന്ന്. പിന്നെ ഞങ്ങൾ എക്സിറ്റ് ഗേറ്റിനടുത്തുള്ള CISF ഓഫീസറെ കണ്ട് ഞങ്ങളുടെ യാത്ര ഉദ്ദേശവും വരുന്ന സ്ഥലവും പോകേണ്ട സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളോട് ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ജസ്റ്റ് ഉള്ളിൽ കയറി ഒന്ന് ഫോട്ടോ എടുത്തോളം പറഞ്ഞു, സമ്മതിച്ചു. പിന്നെ ടിക്കറ്റ് വേണമെങ്കിൽ അവിടുന്ന് തന്നെയോ അല്ലെങ്കിൽ ഓൺലൈനായോ കിട്ടും. ഇത് ഏകദേശം 150 രൂപയിൽ തുടങ്ങി 1030 രൂപ വരെയുള്ള പാക്കേജുകളാണ്. കൂടാതെ അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ താല്പര്യം അനുസരിച്ച് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇവിടേക്ക് മാത്രമായോ അല്ലെങ്കിൽ ഇവിടെ എത്തി താങ്ങി ഒരു ഡെസ്റ്റിനേഷനായി സെറ്റ് ചെയ്ത് കുറച്ചധികം സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ കൃത്യമായി എത്താമെന്ന് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. പക്ഷേ ചില ടിക്കറ്റുകളെല്ലാം 2 മണിക്കൂറിൻ്റെ ടൈം സ്ലോട്ട് നൽകണം. അത് കഴിഞ്ഞാൽ എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ മനസ്സിലായത്. അങ്ങനെ കൃത്യമായ സമയം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാതിരുന്നത്. ഞങ്ങളുടെ യാത്രയുടെ ഡിസ്കഷൻ സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണണമെന്ന്. അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 2013 2015 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 143ാം ആനിവേഴ്സറിക്ക് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ സ്റ്റാച്യു കൺസ്ട്രക്ട് ചെയ്ത് LNTയും സർദാർ സരോവർ നിഗം ലിമിറ്റഡും ചേർന്നാണ്. പ്രതിമ നിർമ്മിച്ചത് ചൈനയിലാണ്. പ്രതിമയ്ക്ക് ഏകദേശം 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി ഹൈറ്റ് ആണുള്ളത്. ഈ സ്റ്റാച്യു നിൽക്കുന്നത് നർമ്മദ നദീതീരത്ത് സർദാർ സരോവർ ഡാമിനെ ഫേസ് ചെയ്തിട്ടാണ്. 100 കിലോമീറ്റർ അകലെയുള്ള വഡോദരയാണ് ഏറ്റവും അടുത്തുള്ള സിറ്റി. റാംബി സുത്തറാണ് പ്രതിമ ഡിസൈൻ ചെയ്തത്. ഇതിന്റെ നിർമ്മാണം 180 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെയും 6.5 റിച്ചർ സ്കെയിലുള്ള എർത്ത് കേക്കിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കറങ്ങി ഞങ്ങളവിടുത്തെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി സർവീസ് എടുക്കുന്ന ബസ്സിൽ കയറി പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ വേഗം പോകാൻ തീരുമാനിച്ചു. കാരണം കഴിയുന്നതും അഹമ്മദാബാദ് വന്ന് പിന്നെയും 200 കിലോമീറ്ററും ഇനിയും പോകാനും ഉണ്ട്. നാളത്തെ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ അവിടുന്ന് തന്നെ 540 കിലോമീറ്ററോളം ഉണ്ട്.
പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല. കഴിയുന്നത് അന്ന് രാത്രി അഹമ്മദാബാദ് വരെ എത്തണം. അവിടുന്ന് അത് ഏകദേശം 200 കിലോമീറ്ററോളം ദൂരമുണ്ട്. ദിവസം ഡെസ്റ്റിനേഷൻ 540 കിലോമീറ്ററാണ് അഹമ്മദാബാദിൽ നിന്ന്. പിന്നെ ഡാം സൈറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ഏകതാ ഗേറ്റ് വരെയുള്ള ഭാഗം ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിരുന്നു. ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നവർക്ക് വേണമെങ്കിൽ കോട്ടേജും മറ്റും എല്ലാം ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ ഏകതാ ഗേറ്റ് കഴിയുന്നതോടെ എല്ലാം പഴയപടി തന്നെയാണ്. അവിടെ നിന്നാണെങ്കിൽ ഫ്യൂലെല്ലാം ഫില്ല് ചെയ്ത് അഹമ്മദാബാദ് എക്സ്പ്രസ് ഹൈവേയിലേക്ക് തിരിയുന്ന കോർണറിൻ്റെ അവിടെയുള്ള ധാബയിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം അവരുടെ രീതിയിൽ ചാർപ്പായിലിരുന്ന് കഴിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ അത് ഞങ്ങൾക്ക് ശരിയാവില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയുകൊണ്ട് ഞങ്ങളോട് അവിടെ ടേബിളിലേക്ക് മാറിയിരുന്നോളാൻ അയാൾ പറഞ്ഞു. പിന്നെ കൊതി മാറ്റാൻ വേണ്ടി അതിന് മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വേഗം സ്ഥലം വിട്ടു. പക്ഷേ ഞങ്ങളൊക്കെ അത് അടുത്ത പണി വഴിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോയിൽ പറയാം.